ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ജീന ചേച്ചിയുടെ കഥയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്നത് ജീനേച്ചിയുടെ കഥ തന്നെയാണ്. ജീനേച്ചിയുടെ അയൽക്കാരനാണ് റോഷൻ. ജീനേച്ചിക്ക് ഏകദേശം ഒരു 33 വയസ്സുണ്ട്. അപ്പൊ നമുക്കിനി ഈ കഥയിലേക്ക് പോയാലോ? അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കാം കേട്ടോ. എന്റെ പേര് ചീന. എനിക്ക് ഏകദേശം 33 വയസ്സുണ്ട്. പ്രായത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ മുഖത്ത് ഒരു ചുളിവുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. നെറ്റിയിൽ ഒരു ചുളുക്കും കാര്യങ്ങളൊക്കെ. ചിലർക്കാണെന്നുണ്ടെങ്കിൽ സഹതാപം, ചിലർക്കാണെങ്കിൽ കൗതുകം. അങ്ങനെ പല പല ഭാവങ്ങളായിരുന്നു ഓരോ മനുഷ്യന്മാർക്കും എന്റെ വയസ്സ് പറയുന്ന സമയത്ത്. പക്ഷേ ഞാനൊന്നും കാര്യാക്കാറില്ല. എന്റെ ജീവിതം എന്റെ ഇഷ്ടം, ആ രീതിയിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയും അതേപോലെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് ജീവ, അതാണ് ഞാനും. ഇനി എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സജിയേട്ടനെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ 2ാം വിവാഹമായിരുന്നു ഇവിടെ നടന്നത്. ആദ്യത്തെ ബന്ധം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തെക്കുറിച്ച് മറക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ കെട്ടിയവൻ സജിയേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സജിയേട്ടൻ അങ്ങനെ മോശക്കാരനൊന്നുമല്ല. ആളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ജോലിക്കൊക്കെ പോകുന്ന ഒരാൾ തന്നെയാണ്. എന്നും രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. യാതൊരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും എന്റെ ലൈഫിലുണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു വീടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ചുവരിലാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കലാണ് എന്റെ മനുവായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു തൊട്ട് അടുത്ത വീട്ടിലാണെന്നുണ്ടെങ്കിൽ റോഷൻ. അവനാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയി ഒരു വയലിൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആളിപ്പം വീട്ടിൽ വന്നിപ്പുണ്ട്. ആൾക്ക് ഏകദേശം ഒരു 27 വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് പോയിട്ടാണ് ആള് പഠിച്ചിട്ടൊക്കെ വന്നത്. ഞാൻ ആ വീടിന്റെ വരാന്തയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു വയലിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിമനോഹരമായ ശബ്ദമാണെങ്കിൽ ശരി തന്നെ എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം നന്നായിട്ടായിരുന്നു അവന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ഞാൻ പെട്ടെന്ന് അവിടേക്കായിരുന്നു ശ്രദ്ധിക്കുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ അമ്മയുമൊത്ത് അങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛനാണെങ്കിൽ മരിച്ചുപോയി. പിന്നെ കുട്ടികൾ വേറെ ആരുമില്ല അവർക്ക്. ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയുമായിട്ടുള്ള തനിച്ചുള്ള ജീവിതം തന്നെയാണ് റോഷൻ്റെത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അയൽക്കാരനും കൂടി ആയപ്പോൾ എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഒരു വയലിനിസ്റ്റ് ആയിട്ടുള്ള ഒരാള് എൻ്റെ അയൽക്കാരനാണെന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. അത് തന്നെയാണ് എനിക്കെപ്പോഴും ഇഷ്ടം തോന്നിയത്. അങ്ങനെ ആ ഒരു ദിവസം എൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു വഴിയോരത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അമ്മ ആരോടോ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. പെട്ടെന്ന് ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്: അതേടി, അവൻ വയലിനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. അതിലെന്തോ ബിരുദവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കൻ നല്ല പൊളിയായിട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ കേട്ട സമയത്ത് തന്നെ ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചു. എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പറയുന്ന വയലിൻ എന്ന് പറയുന്ന സാധനം പഠിക്കണമെന്ന്. ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ ഞാൻ കെഞ്ചി കെഞ്ചി ചോദിച്ചു. പക്ഷേ ആ രണ്ടില് എന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ടോ, ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വയലിൻ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒരു ഗോവിന്ദയായിപ്പോയി. പിന്നെ ചില സമയത്താണെന്നുണ്ടെങ്കിൽ വയലിൻ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഫണ്ണായിട്ട് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറയും: നീ ആ വയലിലോട്ട് ഇറങ്ങിയിട്ട് 4 കിളകളൊക്കെ, അതാണെന്നുണ്ടെങ്കിൽ 4 വിത്തെങ്കിലും പാവാലോ എന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറയുന്നതല്ലാതെ വയലിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലാണ് അങ്ങനെ സമ്മതിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം അത് കണ്ട സമയത്ത് എനിക്ക് വല്ലാത്തൊരു കൊതി തോന്നിയിട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ സജിയേട്ടൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ തന്നെ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ സന്ധ്യ സമയം കഴിഞ്ഞു, വിളക്കം വെച്ചു. ആ ഒരു വീട്ടിലേക്ക് ഞാനിങ്ങനെ നോക്കി. ആ സമയത്തും അവിടുന്ന് ആ വയലിന്റെ ആ ഒരു മ്യൂസിക് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി വന്നു. അവിടുന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ സജിയേട്ടൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ആളെന്നെ ഒന്ന് ശ്രദ്ധിക്കുകയോ ഒന്ന് മൈൻഡ് ചെയ്യുകയോ പോലും ചെയ്യുന്നില്ല. ആള് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ എഴുന്നേക്കുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ദേഷ്യം തോന്നി കേട്ടോ. ഞാൻ അത്യാവശ്യം ദേഷ്യമുള്ള ഒരാളാണ്. ആളൊന്നും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ട് ഞാൻ ആ പാത്രം എല്ലാം എടുത്ത് അകത്ത് കൊണ്ടുപോയി വെച്ചു. ശേഷം കഴുകാൻ ആരംഭിച്ചു. ഞാനൊരു കലഹപ്രിയ ആയതുകൊണ്ട് തന്നെ പാത്രം കഴുകുന്ന സമയത്ത്
അങ്ങനെ അടിച്ചെടുത്താണ് കഴിയുന്നത്. ശബ്ദമെല്ലാം കേൾപ്പിച്ച് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാറ്. കലഹപ്രിയ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പാത്രം ഇട്ട് അടിച്ചടിച്ച് കഴിഞ്ഞ് അങ്ങനെ എൻ്റെ കലി മൊത്തം അവിടെ തീർക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് സജിയേട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതും കൂടെ കണ്ട സമയത്ത് നല്ല ദേഷ്യം തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല. എന്തെങ്കിലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കിടന്നൂടെ ഈ മനുഷ്യന്? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? എത്ര ദിവസമായിട്ടാണെന്നല്ലോ ഈ പകരം മൊത്തം ഞാൻ ഈ ഒറ്റയ്ക്കൊരു വീട്ടിലിരിക്കുന്നത്. എന്നോട് എന്തെങ്കിലും ഒന്ന് വേണ്ടിക്കൂടെ? സജിയേട്ടന് എന്നെ കുറിച്ച് യാതൊരു ബോധവും ഇല്ല എന്നതിനെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ തിരിഞ്ഞു കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് അടുക്കളയിൽ നിന്ന് കുടിക്കാനെടുത്ത് വെച്ചിരുന്ന വെള്ളം മാത്രമായിരുന്നു. ആ സമയം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുടിച്ചു. അങ്ങനെ തിരിഞ്ഞ് അവിടേക്ക് ആ ഒരു ബെഡിലേക്ക് കയറിയതിനു ശേഷം ആ ജനാല തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. ആ സമയത്താണെങ്കിൽ റോഷൻ ആ ഒരു വാതിലിന്റെ പുറത്തിരുന്ന് അവിടെ ഇരുന്ന് വയലിൻ വായിക്കുകയാണ്. എന്തോ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു തുടർന്ന് അവൻ്റെ ആ വയലിൻ വാചനയും കാര്യങ്ങളും എല്ലാം എന്തോ ഒരു വല്ലാത്ത ഭംഗി പോലെ എനിക്കിഷ്ടം തോന്നിയിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരികെ കട്ടിൽ വന്നിരുന്ന സമയത്താണെങ്കിലും സജിയേട്ടന്റെ കോർക്കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു സമയം എനിക്ക് വയലിൻ പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഏകദേശം 33 വയസ്സുള്ള ഒരു രണ്ടാം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് ഞാൻ. ആ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 27 വയസ്സുകാരൻ പയ്യന്റെ അടുത്ത് വയലിൻ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം മോശമാവും. എനിക്ക് അവൻ്റെ അടുത്ത് പഠിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനി സജിയേട്ടൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ പറയും? പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പോയി ചോദിക്കും? അതൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു. പക്ഷേ വയലിൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നു. പക്ഷേ സജിയേട്ടൻ്റെ അടുത്ത് എങ്ങനെയോ പറഞ്ഞ് മനസ്സിലാക്കാം. ആള് എന്ത് പറഞ്ഞാലും സാധിച്ചിരുന്ന മനുഷ്യനാണ്. പിന്നെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും വായിച്ചുകൊണ്ടതൊക്കെ തരും. പിന്നെ പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ എതിരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് മടിയായത് കൊണ്ടാണ് ഇനിയുള്ള തുടർ പഠനവും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചത്. പക്ഷേ വയലിൻ എനിക്കെപ്പോഴും പാഷനാണ്. അതെപ്പോഴെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ സജിയേട്ടൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ റോഷൻ, അവൻ്റെ അടുത്ത് ഞാൻ എന്തോ പോയി ചോദിക്കും? അവൻ്റെ അടുത്ത് അങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാണം കെടില്ലേ? എങ്ങനെ ഞാൻ ചെന്ന് ചോദിക്കും? പക്ഷേ എൻ്റെ മനസ്സിലെ ആ ഒരു സംഗീതപ്രേമി അതൊക്കെ ആ ഒരു കാര്യങ്ങളെല്ലാം തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയാലും പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പാകപ്പെടുത്തിയെടുത്തു. അങ്ങനെ പിറ്റേന്ന് ഒരു വൈകുന്നേരമായ സമയത്ത് ഞാൻ റോഷന്റെ ആ ഒരു ഉമ്മറപ്പടി ഇങ്ങനെ ചവിട്ടി. അപ്പൊ തന്നെ എന്റെ നെഞ്ചാണെങ്കിൽ പട ഇടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ, പോകാൻ തന്നെ വല്ലാത്തൊരു മൂടും കാര്യങ്ങളും. എന്താകും എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ട്. നാണക്കേടാവോ എന്താ, ഓ എനിക്ക് വയ്യ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ ആ ഹോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരും കതക് തുറന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ റോഷനായിരുന്നു കഥ പറഞ്ഞത്. എന്നെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പുഞ്ചിരിയായിട്ടും പിന്നെ കയ്യിൽ ആ വയലിനുമായിട്ട് തിരിച്ച് പുറകില് ആ ഒരു ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ വല്ലാണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, എന്താകും എന്നുള്ളൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് എന്നെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ റോഷന്റെ ആ ഒരു കണ്ണുകൾ വിടർന്നു. ആ സമയത്ത് ഒരു അപ്രതീക്ഷിതം എന്നതുപോലെ എന്നെ ഇങ്ങനെ നോക്കി നിന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടത്. വേറൊന്നുമില്ല, ആദ്യമായിട്ട് പോകല്ലേ, അപ്പം കൂറ് വേഷത്തിലൊന്നും പോകണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ പോയി നന്നായിട്ടൊന്ന് കുളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ഡ്രസ്സ് അത് അലമാരയിൽ നിന്ന് എടുത്തിട്ട് അതാണ് ഞാൻ എടുത്തിട്ടതൊക്കെ. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് വെസ്റ്റേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവൻ എബ്രോഡിലൊക്കെ പോയി പഠിച്ച ഒരാളല്ലേ, അപ്പോൾ നമ്മൾ അത്ര കുറഞ്ഞ ഭാവം പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ സജിയേട്ടൻ പണ്ടെപ്പോഴോ വായിച്ചുകൊണ്ട് വെച്ചിരുന്ന ആ ഒരു മിനിക്ക് സാധനം തന്നെ എടുത്തിട്ടു. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഫൗണ്ടേഷനും കാര്യങ്ങളും അങ്ങനെ അത്യാവശ്യം നല്ല ഒരു സുന്ദരി കൊതയായിട്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോയത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരായാലും ഒന്ന് വാപ്പിളിച്ച് നിന്ന് പോകും. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ ഒരു രഹസ്യം കൊണ്ട് തന്നെയായിരുന്നു.
അപ്പൊ തന്നെ ഞാൻ ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന ആ ഒരു ആംബിയൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതൊക്കെ. ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ തന്നെ ഒരു വാ വിളിച്ച ശരി എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, അടുത്ത വീട്ടിലെ ജീന ചേച്ചിയല്ലേ? പെട്ടെന്ന് ഞാൻ അമ്പരന്നു. അത് കേട്ട സമയത്ത് തന്നെ പെട്ടെന്ന് അവൻ എൻ്റെ പേര് വിളിച്ച സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെ എൻ്റെ പേരെങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഞാനൊന്ന് വിക്കി വിക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവൻ പറഞ്ഞു, അത് അമ്മ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരാളിപ്പുറത്തുണ്ടെന്ന്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ചേച്ചി അവിടെ നിൽക്കുന്നൊക്കെ ആയിട്ട്. അല്ല, റോഷൻ ഇപ്പോഴല്ലേ വന്നോളൂ, പെട്ടെന്ന് എന്നെ കണ്ടായിരുന്നോ? അങ്ങനെ ഞാൻ കണ്ടായിരുന്നു എന്ന് അവൻ തിരിച്ച് മറുപടി പറഞ്ഞു. ഞാനത് എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു എന്നൊന്നും എൻ്റെ മൈൻഡിലായിരുന്നു. കാരണം അവൻ കണ്ടു എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പിന്നെ അവനെപ്പോഴാണ് എന്നെ ശ്രദ്ധിച്ചതെന്ന് എനിക്കും യാതൊരു പിടിയില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ അവൻ എന്നെ അകത്തേക്ക് ക്ഷണിച്ച് സോഫയിൽ കൊണ്ടിരുത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വീട് ചുറ്റും ഒന്ന് നോക്കുകയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സോഫയുടെ അറ്റത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നു. ആ വിരലുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയമർത്തി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ആ ഒരു പരിഭ്രാന്തിയിൽ തന്നെയായിരുന്നു ആ സമയത്ത് ഞാൻ. അങ്ങനെ ഞാനാകെ വിയർക്കുന്നുണ്ടായിരുന്നു അവന് മുന്നിൽ നിന്ന്. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വിയർക്കും. ശരിക്കും അതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഫാനും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ വിയർക്കുന്നത് കണ്ട് അവൻ ഓടിപ്പോയി തന്നെ ഫാനിട്ടു. എന്താ ചേച്ചി, നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ എന്ന് അവൻ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ അവൻ ചോദിച്ചു, ഏതെങ്കിലും വെള്ളമോ കാര്യങ്ങളോ എടുക്കട്ടെ? ഞാൻ പോയി എടുത്തിട്ട് വരാം, അമ്മയില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നെങ്കിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് എന്നെങ്കിൽ പിന്നെ ഞാൻ ഒരു തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവനങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ഒന്ന് എഴുന്നേറ്റു. പക്ഷേ അവൻ ആ സമയം കൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എഴുന്നേറ്റിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ എൻ്റെ ശരീരം നല്ല ചൂടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. വിയർക്കുന്നുണ്ട്. എന്തെങ്കിലും വെള്ളം കുടിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ബോട്ടിൽ ഡ്രിങ്കിങ് വാട്ടറാണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒഴിച്ചിട്ടാണ് എനിക്ക് തന്നത്. അങ്ങനെ ആ ഒരു ഗ്ലാസ് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഞാൻ മെല്ലെ മെല്ലെ അവനോട് കാര്യം ചോദിച്ചു. റോഷൻ റോഷനിവിടെ വയലിൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ ആ ഒരു കാര്യം എന്ന് ഞാൻ ഒന്ന് പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ടായിരുന്നു, അതെ ചേച്ചി, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പിന്നെ അവിടെ ആർക്കാ, ചേച്ചിക്കാണോ അതോ സജിയേട്ടനോ എന്നിങ്ങനെ തമാശയായിട്ട് അവനിങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് ചിരിച്ചു പോയി. ആ നിമിഷം ഒരു പുഞ്ചിരിയോടെ, ഒരു ചെറിയ ഒരു പരിഭ്രമത്തോടെയാണെങ്കിലും ഞാൻ തലയാട്ടി. അതെ, എനിക്ക് തന്നെയാണ്, സജിയേട്ടനൊന്നുമല്ല, എനിക്ക് പഠിക്കണമെന്നല്ല ആഗ്രഹമുണ്ട് റോഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ ഒരു പതിഞ്ഞ സ്വരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ലജ്ജയും പിന്നെ ഒരു നാണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഷെയിം എന്ന പോലെ ഞാൻ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതായിരുന്നു എനിക്ക് തോന്നിയ ആ ഒരു മൊമെന്റ് കാര്യങ്ങൾ. ഞാനത് പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖഭാവങ്ങളൊക്കെ ഒന്ന് മാറി മറിയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു. ഈ പ്രായത്തിലാണോ ഇനി വയലിനൊക്കെ പഠിക്കാൻ വരുന്നത് എന്നുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു. ആ ടൈമിൽ ഞാനൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു അവൻ പെട്ടെന്ന് ചിരിച്ചുകൊണ്ടത് പറഞ്ഞത്. ചേച്ചി സീരിയസ് ആയിട്ട് പറയണോ അതോ എന്നെ കളിയാക്കാനുണ്ടെങ്കിലും അങ്ങനെ പറയണോ എന്നായിരുന്നു അവൻ്റെ ആ ഒരു ചോദ്യവും മറുപടിയൊക്കെ ആയിട്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അതെ റോഷൻ, എനിക്കാണെന്നുണ്ടെങ്കിൽ വയലിൻ പഠിക്കണമെന്ന് നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാണ്, എനിക്കത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വയലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എന്നെ ആരോ തള്ളി വിടുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരോ ആണ്. ഈ ഒരു മ്യൂസിക് പോലെ എന്നെ ആരോ തള്ളിക്കൊണ്ട് വരുന്നുണ്ട് എന്ന പോലെ ഞാൻ വെപ്രാളത്തിൽ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്താണെന്നെങ്കിൽ റോഷൻ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് എന്തോ ഒന്ന് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എന്ന് തന്നെ റോഷൻ പറഞ്ഞു.
പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ആ വയലിനാണെന്നുണ്ടെങ്കിൽ റോഷൻ മേശപ്പുറത്തേക്ക് വെച്ചു. ശേഷം എൻ്റെ അടുത്ത് കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി വയലിൻ പഠിക്കുന്നത് അങ്ങനെ പ്രായവ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേച്ചി അങ്ങനൊന്നും വിചാരിക്കണ്ട. കുട്ടിക്കാലത്തെ ആഗ്രഹവും കാര്യങ്ങളാണെങ്കിൽ ശരി തന്നെ, ഇപ്പം അത് നിറവേറ്റിയാലും യാതൊരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ വരുന്നത് അത്ര പന്തിയുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചി വന്നാൽ മാത്രം മതി. അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരാനും പിന്നെ ചേച്ചിക്ക് സമാധാനമായിട്ട് പഠിക്കാനും ആ ഒരു കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ചേച്ചി വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പം എനിക്ക് പറഞ്ഞു തരാനും പറ്റും എന്ന് മാത്രം റോഷൻ്റെ അടുത്ത് പറഞ്ഞു. ശരിക്കും റോഷൻ്റെ ആ വാക്കുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. പണ്ടെപ്പോഴോ കുട്ടിക്കാലത്ത് ഞാൻ മോഹിച്ച കാര്യങ്ങൾ അതെനിക്ക് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അവനത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, സന്തോഷം മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഷനോട് എന്തോ തീരാത്ത ആ ഒരു കടപ്പാട് പോലെ എനിക്ക് ആ നിമിഷം തോന്നി. മറ്റൊന്നുമില്ല, കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചൊരു കാര്യം പെട്ടെന്ന് ഈ ഒരു നിമിഷം കിട്ടുന്നെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ശേഷം റോഷനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിച്ച് പറയുന്നും വേണ്ട, ഇത് സാവധാനം പഠിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥതയോടെ തന്നെ റോഷനെ 2 കൈകൾക്കും ചൂണ്ടിക്കൊണ്ട് ആ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി സജിയേട്ടൻ്റെ കാര്യമാണ്. സജിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ എനിക്ക് എന്തൊക്കെയായാലും വയലിൻ പഠിക്കാനൊക്കെ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് സജിയേട്ടൻ സമ്മതിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചില സമയത്താണെന്നുണ്ടെങ്കിൽ സജിയേട്ടൻ്റെ ചില സമയത്തെ കൂറ സ്വഭാവം അതാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് സമ്മതിക്കത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ സജിയേട്ടനോട് ഞാൻ കൂട്ടുവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. മനസ്സിൽ എന്തൊക്കെയോ ഒരു കുട്ടി ചിന്തകളൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. വല്ലാത്ത ആഗ്രഹമായിരുന്നു ഇതൊന്ന് പഠിച്ച് കിട്ടണമെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സജിയേട്ടൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചതിന് ശേഷം ചായ എടുത്ത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ സജിയേട്ടാ, ഞാൻ പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കി തരാം, അത് നമ്മളെ കഴിക്കേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ സജിയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ അത് ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാനായിരുന്നു, മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയാലും സജിയേട്ടനെ കൊണ്ട് ഈ ഒരു കാര്യം സമ്മതിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് എനിക്ക് വയലിൻ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് സജിയേട്ടൻ്റെ അടുത്ത് ഒന്ന് കെഞ്ചി ചോദിച്ചു, എനിക്ക് അവിടെ പോയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് തന്നെ അങ്ങനെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു പ്രായത്തിലാണോ എൻ്റെ ചീന നീ ഇനി വയലിൻ പഠിക്കാനായിട്ട് പോകുന്നത്? ഇതൊക്കെ ഈ സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാണോ എന്ന് തന്നെ സജിയേട്ടൻ പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ കട്ടക്കലിപ്പായിട്ട് തോന്നി സജിയേട്ടൻ്റെ ആ വർത്തമാനം കേട്ട സമയത്ത് തന്നെ. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. വീണ്ടും വീണ്ടും സാവധാനം തന്നെ ഒന്ന് സോപ്പിട്ട് നോക്കി. മറ്റൊന്നുമായിരുന്നില്ല, എങ്ങനെയെങ്കിലും സോപ്പിട്ട് കാര്യം നടത്തണം, അല്ലാതെ അങ്ങനെ പെട്ടെന്ന് വഴക്കുണ്ടാക്കിയിട്ടോ അടിയുണ്ടാക്കിയിട്ടോ എൻ്റെ സമയം വേസ്റ്റാണ്. അതുകൊണ്ട് പതുക്കെ തന്നെ സജിയേട്ടനെ ഞാൻ സമ്മതിപ്പിച്ചെടുത്തു. ആ സമയത്ത് തന്നെ എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ തോന്നി. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ആ സമയത്താണെന്നെങ്കിൽ സജിയേട്ടൻ്റെ അടുത്ത് എനിക്ക് എന്ത് പറയണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ ഞാൻ തുള്ളി ചാടിയതിനു ശേഷം നേരെ അടുക്കളയിലേക്കും പോയി ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് നേരെ റൂമിലേക്കും പോയി. അങ്ങനെ അടുത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ സജിയേട്ടൻ രാവിലെ തന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി വെച്ചു. ആ സമയത്ത് റോഷൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഇന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നേരത്തെ വരും കേട്ടോ, 8 മണിക്കാണ് രാവിലെ ക്ലാസ് വെച്ചേക്കുന്നത്. അപ്പം ചേച്ചി ഒരു 11 മണിയാകുമ്പം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് മാത്രം റോഷൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. പിന്നെ ആ സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ റോഷൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്തോ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അവർക്ക് അംഗൻവാടിയിൽ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. പിന്നെ സമാധാനമായിട്ട് ഇതും പഠിക്കാമല്ലോ, ശല്യവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കുട്ടികളെല്ലാം പോയതിനു ശേഷം ഞാൻ റോഷൻ്റെ അടുത്തേക്ക് ആ ഒരു വീട്ടിലേക്ക് ചെന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വയലിൻ ക്ലാസ് അങ്ങനെ തുടങ്ങാൻ പോകുന്ന നിമിഷമായിരുന്നു. അപ്പോൾ തന്നെ റോഷനാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ടീഷർട്ടും പിന്നെ ഒരു ചെറിയ ഷോർട്സ് പോലൊരു സംഭവം ഇട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ചെന്ന് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ല്.
അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. റോഷനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫ്യൂമും കാര്യങ്ങളൊക്കെയാണ് അടിക്കുന്നത്. എബ്രോഡ് താമസിച്ച ഒരാളല്ലേ, അതുകൊണ്ട് തന്നെ ഒരു വിദേശി ടച്ച് എന്തൊക്കെയാലും ഉണ്ട്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിലാണ് പോയത്. ഒരു ഗുരുക്കൻ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ റോഷൻ്റെ അടുത്ത് കാല് തൊട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എന്നേക്കാൾ ഇളയതായിട്ടുള്ള ഒരാളുടെ അടുത്ത് കാല് തൊട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്കൊരു ചടപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുക എന്നൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചു. പെട്ടെന്ന് തന്നെ അവൻ എന്നെ വളരെ നന്നായിട്ട് അവിടെ സ്വീകരിച്ചിരുത്തി. ശേഷം വയലിൻ പഠിക്കുന്ന ആ ഒരു പിടിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ആദ്യം എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് അവനിങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ആ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം നിന്നു. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എനിക്കൊന്ന് മെസ്സേജ്, അതായത് ആ ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. പിന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എങ്കിലേ നമുക്ക് നല്ല നല്ല കഥകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ.